സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദേസ് ആഗ്രഹിച്ചു. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്ത് വന്ന് അവരോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതികരിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ വിഭജിച്ചു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട നിറയെ അവർ ശേഖരിച്ചു. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സമർപ്പിതരെ, ഇടവകളിൽ നിന്ന് എത്തിയിരിക്കുന്ന അൽമായ സഹോദരങ്ങളെ, പ്രത്യേകമായി ഇടവകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന യുവജനങ്ങൾ, സാർവത്രിക സഭയുടെ വിശ്വാസ വർഷം അതിൻ്റെ സമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. വിശ്വാസ വർഷത്തിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നുള്ള സഭയുടെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് ഈ വിശ്വാസ വർഷത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഈ വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ നാം പരിശ്രമിക്കുകയായിരുന്നു. അതിരൂപതയുടെ ഈ വർഷത്തെ അജപാലന മാർഗരേഖ വിശ്വാസ വർഷം ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഇടവുകളിൽ നടത്തുവാൻ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തുകയായിരുന്നു നാം ചെയ്തത്. അതുപോലെ തന്നെ അതിരൂപതയിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ അടുത്തറിയുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും നാം പരിശ്രമിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളും സാർവത്രിക സഭയുടെ പ്രബോധന ഗ്രന്ഥവും നാം ഓരോരുത്തരും ആഴമായ പഠനത്തിന് വിധേയമാക്കണമെന്നുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ ആഗ്രഹം അനുസ്മരിച്ച് നമ്മുടെ അതിരൂപതയുടെ മുഖപത്രമായ അപരാധത്തിലൂടെ നിരന്തരമായിട്ട് നാം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചും സാർവത്രിക സഭയുടെ പ്രബോധനത്തെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. അനേകം ആളുകൾക്ക് അത് ഏറെ പ്രയോജനപ്രദമായി എന്ന് പലരും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ നമ്മുടെ ഓരോ ഇടവകയിലും വിശ്വാസവർഷ ആചരണം അർത്ഥപൂർണവും അനുഗ്രഹീതവുമാക്കുവാൻ വേണ്ടി നാം നടത്തിയ പരിശ്രമങ്ങളുടെ നല്ല ഓർമ്മകളുമായിട്ടാണ് ഈ സായാഹ്നത്തിൽ നാം ഇവിടെ കർത്താവിന്റെ മുമ്പിൽ ആയിരിക്കുന്നത്. അതിരൂപതയിലെ വിശ്വാസവർഷാചരണത്തിന്റെ സമാപനം എപ്രകാരമാണ് എന്ന്
വൈദിക സമിതിയിൽ ആലോചിച്ചപ്പോൾ ഉണ്ടായ നിർദ്ദേശം ഇതാണ്: നമ്മുടെ എല്ലാ ആളുകൾക്കും ഈ വിശ്വാസപ്പെട്ട ചൈതന്യത്തിലേക്ക് കടന്നു വരുവാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ഓരോ കൊറോണയിലും വിശ്വാസവർഷ ആചരണത്തിന്റെ അനുഭവം ലഭ്യമാക്കുവാൻ നാം പരിശ്രമിക്കണം. അതിനായുള്ള മാർഗങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടത് എല്ലാ ഇടവകയിലും 3 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമെങ്കിലുമോ നൽകപ്പെടുന്ന ഒരു വചന പഠനത്തിലൂടെ ആളുകളെ വിശ്വാസ ചൈതന്യത്തിലേക്ക് ആനയിക്കുവാൻ പരിശ്രമിക്കുക. അതോടൊപ്പം ഓരോ പ്രവണതയിലും അതിരൂപത തലത്തിൽ തന്നെയുള്ള ഒരു വിശ്വാസ പ്രഘോഷണം നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയിലുള്ള എല്ലാ പ്രവണതകളിലും ഈ വിശ്വാസവർഷാചരണ സമാപനത്തോട് ചേർന്ന് ഞാൻ പോവുകയും അവിടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ എല്ലാ പ്രവണതയിലും ഈ വിശ്വാസവർഷാചരണം അർത്ഥപൂർണ്ണമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ ഇപ്രകാരം നമ്മുടെ വിശ്വാസവർഷാചരണത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ പരിശ്രമിച്ച എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട പ്രവണ വികാരിമാരെയും അവരോട് ചേർന്ന് ഈ വിശ്വാസവർഷാചരണം അതിരൂപതയുടെ മൊത്തം വിശ്വാസ ചൈതന്യത്തിന്റെ വെളിച്ചമാക്കി മാറ്റുവാൻ പരിശ്രമിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്ക് പറയുവാൻ സാധിക്കുന്നത് ഓരോ പ്രവണതയിലും വിശ്വാസവർഷ ആചരണത്തോടനുബന്ധിച്ച് കടന്നു ചെല്ലുന്ന വഴിയായിട്ട് വാസ്തവത്തിൽ നമ്മുടെ ജനത്തിന്റെ വിശ്വാസം അതിന്റെ ശക്തിയും ചൈതന്യവും കണ്ട് സന്തോഷിക്കുവാനുള്ള ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ഒരുക്കുകയുണ്ടായി. അത് തീർച്ചയായും എനിക്കും വ്യക്തിപരമായും വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള ഒരു അവസരമായി എന്ന് പറയുവാൻ വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോ തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസവർഷാചരണത്തിന്റെ ചൈതന്യം എത്തിക്കുവാൻ നിങ്ങൾ നടത്തിയ വലിയ ശ്രമങ്ങളെ ഞാൻ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് അതിരൂപത തലത്തിലുള്ള വിശ്വാസവർഷ സമാപനം നാം ഇവിടെ ഈ വിശുദ്ധ കുർബാനയോടുകൂടി നടത്തുകയാണ്. അതിന് നമ്മൾ എല്ലാ ഇടവുകളിൽ നിന്നും പ്രാഥമിക സ്വഭാവത്തോടു കൂടിയാണ് നിങ്ങളെ ഇവിടേക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ ചൈതന്യത്തെ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ഇടവുകളിൽ നടക്കേണ്ട വിശ്വാസ നവീകരണത്തിന്റെ വിശ്വാസത്തിലുള്ള വളർച്ചയുടെ കരുക്കളായി നീങ്ങുവാൻ അതിന്റെ അടിസ്ഥാനങ്ങളായി വർദ്ധിക്കുവാൻ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ പ്രത്യേകമായ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായിട്ടും എല്ലാ ഇടവകയിൽ നിന്നും യുവജനങ്ങളുടെ ഒരു പ്രതിനിധിയെങ്കിലും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് പിതാക്കന്മാരിലൂടെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ വലിയ ഒരു കൃപയാണ്. ആ കൃപയിൽ പങ്കുപറ്റുന്ന പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തിന്റെ ശക്തിയും ചൈതന്യവും മനസ്സിലാക്കി ജീവിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസം ഒളിമങ്ങാതെ കൂടുതൽ ശോഭയോടെ തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുകയും അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ വഴിവിളക്കായി പരിണമിക്കുകയുമാണ് ചെയ്യുക. പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ വെളിച്ചം അത് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നതാണ്. ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിലും തമോമയമായിട്ടുള്ള സാഹചര്യങ്ങളിലും പതറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് വെളിച്ചം നൽകുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നാം വളരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഭയുടെ വളർച്ച പൂർണ്ണമാവുകയാണ്. സ്വർഗീയ ജെറുസലേമിന്റെ മനോഹാരിത സഭയിൽ പ്രത്യക്ഷമാവുകയാണ് ചെയ്യുക. നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനങ്ങൾ തീർച്ചയായും ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ വായനയിൽ നാം ശ്രമിച്ചത് പൂർവ്വപിതാവായ അബ്രഹാം തന്റെ ഏകമകനായ ഇസഹാക്കിനെ ബലികൊടുക്കുവാനായി മോറിയ മലയിലേക്ക് പോകുന്ന ഭാഗമാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ മാതൃകയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിനായി എല്ലാം നൽകിയ അബ്രഹാത്തിന് ദൈവം നൽകിയ കൃപയുടെ സമൃദ്ധിയാണ് തന്റെ പ്രിയപുത്രനായ ഇസഹാക്ക്. എന്നാൽ ആ സമൃദ്ധിയിൽ ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്, അവനെ തന്നെ എനിക്ക് ബലിയായി നൽകണമെന്ന്. ആ ബലി നൽകുവാൻ മടിക്കാതെ മകനെയും കൊണ്ട് മലമുകളിലേക്ക് കടന്നു പോകുന്ന അബ്രഹാം, വിറകിന് മുമ്പിൽ മുകളില് ബന്ധിതനായ ഇസഹാക്ക്,
പ്രിയമുള്ളവരെ, ആ പിതാവിന്റെ ഹൃദയത്തിൽ മിന്നിമറഞ്ഞ വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചലനാത്മക ശക്തിയായി മാറുകയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ആ വിശ്വാസത്താൽ സമ്പന്നമാവുകയാണ് ചെയ്യുക. ഇതുതന്നെയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടതും നിലനിർത്തേണ്ടതും ജീവിതത്തിന്റെ പാഠമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതും. വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സഭയുടെ മഹത്വീകൃതമായ ചിത്രമാണ്. പുതിയ ജെറുസലേമായ സഭ മനുഷ്യന്റെ വാക്കുകളിൽ അലങ്കരിക്കാവുന്ന രീതിയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. എത്രയോ സമ്പന്നയാണ്, എത്രയോ സമൃദ്ധയാണ്, എത്രയോ സമരങ്ങളുടെയാണ് സഭ എന്ന് വിശുദ്ധ യോഹന്നാൻ വെളിപാടിലൂടെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ മഹനീയമായ ആ ചിത്രത്തെ കുറിച്ചുള്ള ഓർമ്മയും അതിന്റെ അനുസ്മരണവും നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും പ്രത്യാശാഭരിതമാക്കുകയാണ്. നമ്മുടെ നിർമ്മാണം ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് എന്നുള്ള ബോധ്യത്തോടെ വിശ്വാസ വഴികളിലെ വെല്ലുവിളികൾ നേരിടുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഈ ദർശനം നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മഹത്വീകൃതയായ സഭയുടെ സുന്ദരമായ ചിത്രം വെളിപാട് പുസ്തകം നമുക്ക് അവതരിപ്പിക്കുമ്പോൾ പിതാവായ അബ്രാഹത്തിന്റെ വിശ്വാസത്തോട് ചേർത്ത് നാം ഇതിനെ കാണുമ്പോഴാണ് വിശ്വാസം എത്രമാത്രം ശക്തമായ രീതിയിലാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന മഹത്വത്തിലേക്ക് അനയിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഈ വഴിക്കാരിൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് സുവിശേഷത്തിൽ കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്ന നിർദ്ദേശം തന്റെ വചനം കേൾക്കുവാൻ തടിച്ചുകൂടിയ ജനങ്ങളുടെ ആകുലതകൾ കണ്ട് അവസരങ്ങൾ കണ്ട് അവരെ പറഞ്ഞയക്കാൻ ജനങ്ങൾ കൂട്ടിയ ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ ഭക്ഷണം ദൈവജനത്തിന് സമർത്ഥമായി നൽകിക്കൊണ്ട് അവരെ ഓരോരുത്തരെയും ദൈവരാജ്യ അനുഭവത്തിലേക്ക് അനയിക്കുവാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല അവരുടെ സന്നിഹിതനായ വൈദികരുടെയോ സമർപ്പിതരുടെയോ മാത്രം ചുമതലയല്ല. മാമോദീസായിലൂടെ മിശിഹായി ഏക ശരീരമായി തീർന്നവരായ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ചുമതലയാണ്. ഈ ലോകത്തോടുള്ള മനുഷ്യവംശത്തോടുള്ള നമ്മുടെ വലിയ കടപ്പാട്, വലിയ ഉത്തരവാദിത്വം. എന്റെ സഹോദരൻ എവിടെ വേദന അനുഭവിക്കുന്നുവോ, എന്റെ സഹോദരൻ എവിടെ അവസരം അനുഭവിക്കുന്നുവോ, എന്റെ സഹോദരൻ എവിടെ പരിശീലനാകുന്നുവോ അവിടെ അവനെ അകറ്റി നിർത്തുവാനല്ല, അവനെ ആലിംഗനം ചെയ്ത് ആശ്വാസം പകരുവാൻ, അവൻ ആവശ്യമായ കരുത്ത് പകരുവാൻ എനിക്കുള്ള വലിയ ഉത്തരവാദിത്വമാണ് മിശിഹ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായും ദൈവരാജ്യത്തിലേക്കുള്ള വളർച്ചയിൽ അനിവാര്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇത്. സഹോദരങ്ങളെ കൂടെ ചേർത്ത് ദൈവത്തിന്റെ വഴികളിലൂടെ അവരെ നയിക്കുവാനും അതിലൂടെ അവരിലേക്ക് ഈ സ്വർഗീയ ജെറുസലേമിന്റെ മഹത്വം പകർന്നു കൊടുക്കുവാനുമുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ നഗര ലേഖനങ്ങളുടെ കാര്യം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. സഭയുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ വിശ്വാസം വളർന്ന് പന്തലിക്കുന്നത്, അവിടെ കടന്ന് പുഷ്പിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ദൈവം നൽകിയ കൃപയുടെ ഈ അനുഗ്രഹത്തെ സഭയുടെ കൂട്ടായ്മയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം സജീവമാവുകയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വിശ്വാസ വർഷം നാം അതിരൂപതലത്തിൽ ഇവിടെ സമാപിപ്പിച്ചിട്ട് നാളെ നമ്മുടെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ജനത്തോട് ചേർന്ന് ഈ വിശ്വാസ വർഷത്തിന്റെ ചൈതന്യം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, ആരംഭിക്കാനുള്ളതാണ്. പുതിയ ചൈതന്യത്തോടെ, പുതിയ ഉറപ്പോടെ, പുത്തൻ പ്രതീക്ഷയോടെ, ഹൃദയത്തിൽ നിറയുന്ന പ്രത്യാശയോടെ, വിശ്വാസത്തിൽ അടയ്ക്കലായി ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാനുള്ള ആരംഭമാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യം ദൈവജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നിന്റെ ശരീരങ്ങളാൽ ഘോഷിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കാനേ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊപ്പമായിരിക്കുന്നത് പോലെ ഞങ്ങൾ സഹായിക്കാനേ, നിത്യ സൗഭാഗ്യത്തെ നോക്കി മാറ്റിയിരിക്കുന്ന ഞങ്ങളെ